എന്താ അങ്കിൾ വിളിപ്പിച്ചത്? ഇരിക്കടോ. ആ, ഇപ്പോൾ നമ്മൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും മറ്റു പലരും തൊട്ടടുത്തുണ്ട്. 4-5 ജ്വല്ലറികൾ നമ്മുടെ ശക്തരായ എതിരാളികളാണ്. അതെ, കഴിഞ്ഞ വർഷം മുതലാണ് മത്സരം കടുത്തത്. ഏറെ പിന്നിൽ നിന്നവർ മുകളിലേക്ക് കയറി. എന്നാൽ നമുക്ക് അത്രത്തോളം മുകളിലേക്ക് കയറാനും പറ്റിയിട്ടില്ല. നമുക്ക് ആരുടെയും പിന്നിലേക്ക് പോകാൻ പറ്റില്ല നാഗേന്ദ്ര. ഞാനാണ് കമ്പനിയുടെ MD എങ്കിലും ഇപ്പൊ കഴിഞ്ഞാൽ നിന്റെ കയ്യിലാണ്. ജയനെയും അജയനെയും കാളും എനിക്ക് ബിസിനസ്സിൽ നിന്നെ വിശ്വാസമാണ്. അതുകൊണ്ടാ നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നത്. ഞാൻ എന്താ അങ്കിളെ ചെയ്യേണ്ടത്? നോക്ക്, കയ്യിലെടുത്ത് നോക്ക്. നോക്കാം. എങ്ങനെയുണ്ട്? ഇതുപോലൊന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഫാഷൻ അല്ല. ജർമ്മനാണ്. അതും അവിടെ പോലും അപൂർവമായ കളക്ഷനാണ്. ഇത് വെച്ച് തനിക്ക് ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ സംശയം? ഒരു എക്സിബിഷൻ തന്നെ നടത്താമെങ്കിൽ. നമ്മൾ എല്ലാ വർഷവും അക്ഷയ തൃതീയയുടെ അന്ന് ഓഫറുകൾ നൽകിക്കൊണ്ട് പുതിയ കളക്ഷൻസ് അവതരിപ്പിക്കാറുണ്ടല്ലോ. അന്നാണല്ലോ കൂടുതൽ സെയിൽസ് നടക്കാറുള്ളത്. കഴിഞ്ഞ അക്ഷയ തൃതീയയ്ക്ക് ചില എതിരാളികൾ നമുക്കൊപ്പം എത്തി. അതുകൊണ്ട് നാഗേന്ദ്രൻ പറഞ്ഞാൽ ശരിയാണ്. ആ, അന്നേ ദിവസം കുറെ വെറൈറ്റികൾ നമ്മുടെ കസ്റ്റമേഴ്സിന് മുന്നിൽ പ്രദർശിപ്പിക്കാനാവണം. അന്ന് ഇതും ഉപയോഗിക്കാങ്ങളെ. ഇതിന് മുകളിൽ വെക്കാൻ ഇതിന്റെ തിളക്കം കൊണ്ടും ഡിസൈൻ കൊണ്ടും മറ്റൊന്നില്ല. സത്യം പറഞ്ഞ എന്റെ കണ്ണുവരെ തള്ളിപ്പോയി. അക്ഷയ തൃതീയയുടെ അന്ന് ഇതിന് ആവശ്യക്കാർ ഒരുപാടുണ്ടാകും. പരമാവധി ഇത് കൊടുക്കാതിരിക്കാൻ നോക്കണം. പിന്നെ ആരെങ്കിലും വലിയ തുക ഓഫർ ചെയ്താൽ മാത്രം മറിച്ച് ചിന്തിച്ചാൽ മതി. ശരിയെങ്കിലേ, ഈ എക്സിബിഷൻ കഴിയുന്നതോടെ നമ്മൾ കുതിച്ചുയരും. അത് വെറും വാക്കാൽ പറഞ്ഞാൽ പോരാ, റിസൾട്ട് ഉണ്ടാവണം. നീ ഇവിടെ വന്ന ശേഷം മാറ്റങ്ങളുണ്ടായില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് പോരാ. മനസ്സിലായങ്ങളെ, ഈ അക്ഷയ തൃതീയയോടെ നമ്മൾ കേരളത്തിന് പുറത്തും ബിസിനസ് വ്യാപിപ്പിക്കും. മറ്റ് ജ്വല്ലറിക്കാരെക്കാളും ഏറെ മുന്നിലേക്ക് തന്നെ പോകും. പിന്നെ നമ്മളെ പിടിച്ചാക്കിട്ടില്ല. അതെങ്കിലും ഉറപ്പ്. ഇത് തന്റെ കസ്റ്റഡി തന്നെ വെച്ചോ. അന്നേ ദിവസം ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ശരിയെങ്കിലേ.